നമസ്കാരം. ജനുവരി 2024 മുതൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനും മറ്റ് സേവനങ്ങൾ ലഭിക്കുന്നതിനും കെ-സ്മാർട്ട് വഴി മാത്രമേ നടക്കുകയുള്ളൂ. പഞ്ചായത്തിൽ ഏപ്രിൽ മുതൽ എല്ലാ അപേക്ഷകൾ സ്വീകരിക്കുന്നതും സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നതുമെല്ലാം കെ-സ്മാർട്ട് വഴി മാത്രമേ ആയിരിക്കുകയുള്ളൂ. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ നമുക്ക് കാണാം. ആദ്യം പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ കെ-സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ആക്കുക. ഇൻസ്റ്റാളേഷന് ശേഷം ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കെ-സ്മാർട്ടിൻ്റെ ഒരു വിൻഡോ വരും. അതിൽ ഏറ്റവും താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യമേ ചെയ്യുന്നത്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കണം. അതിന് താഴെ ഉള്ള മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP കൊടുക്കുക. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് താഴെ കാണുന്ന രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോയാണ് വരിക. അതിൽ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക. ആധാർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP കൊടുത്ത് വെരിഫൈ ബട്ടണിൽ പ്രസ് ചെയ്യണം. അപ്പോൾ മൊബൈൽ നമ്പർ ആവശ്യപ്പെടും. നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതിൽ നീല കളറിൽ കാണുന്ന ക്വിക്ക് പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെൻഡിങ് പേയ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. റെഡ് കളറിലുള്ള നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത്, ഡേറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് എന്നിവ കാണാം. അടുത്ത ബട്ടൺ മോറാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സർവീസ് ബട്ടൺ ലഭിക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സേവനങ്ങളെല്ലാം ഈ ആപ്പിലൂടെ ലഭിക്കുന്നതാണ്. ഈ സേവനങ്ങൾക്കുള്ള ഫീസ് ക്വിക്ക് പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടയ്ക്കാവുന്നതാണ്. OTP ലഭിച്ച് മാത്രമേ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ മൈ ആപ്ലിക്കേഷനിൽ ഫീസ് അടച്ച് ലഭിക്കുന്ന സർവീസുകളുടെ ലിസ്റ്റ് ലഭ്യമാണ്. തൊട്ടടുത്തുള്ള അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനുള്ള ഫീസ് നെറ്റ് ബാങ്കിങ് വഴിയോ UPI വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വഴി അടക്കാവുന്നതാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കെ-സ്മാർട്ടിൻ്റെ എല്ലാ ബട്ടണും ആക്റ്റീവ് ആയിട്ടില്ല. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ ബട്ടണും ആക്റ്റീവ് ആവുന്നതാണ്. അത് ആക്റ്റീവ് ആയതിനു ശേഷം പേയ്മെൻറ്റ് അടക്കുന്ന രീതിയും പരാതികൾ സമർപ്പിക്കുന്ന രീതിയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീണ്ടും കാണിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു ലൈക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണുന്നവരെ ബൈ.